വെടിയേറ്റ് തലച്ചോറ് പുറത്തു വന്നിട്ടും അവൻ അലറിച്ചാടി വന്നു. തലയോട്ടിയുടെ പുറംഭാഗത്തെ മാംസവും തൊലിയും ഓറഞ്ച് പൊളിക്കും പോലെ പൊളിഞ്ഞു തൂങ്ങുകയും ചെയ്തു. യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. കാനന ഭംഗി എപ്പോഴും മനുഷ്യഹൃദയങ്ങളെ ആഹ്ലാദത്തിനാഴ്ത്തുന്ന ഒരപൂർവ പ്രകൃതി വരം തന്നെയാണ്. ഏതു ഭൂഖണ്ഡത്തിലായാലും കാട് കാട് തന്നെ. കളകളാരവം മുഴുകി ഒഴുകുന്ന സ്ഫടിക ജലസ്രോതസ്സുകൾ, സദാ വെഞ്ചാമരം വീശി നിൽക്കുന്ന വൃക്ഷങ്ങൾ, വിവിധ വർണ്ണങ്ങളും സുഗന്ധപൂരവുമായി വിടർന്നു നിൽക്കുന്ന പുഷ്പജാലങ്ങൾ, അതിനിടയിൽ പറന്നു വിലസുന്ന പൂമ്പാറ്റകൾ, സന്ധ്യയാവുമ്പോഴേക്കും ശാലീനതയുടെ മുഖം മാറ്റി ക്രൗരഭാവമാർജിക്കുന്ന ഇരുളിന്റെ മറവിൽ നിന്ന് സിംഹം, കടുവ, ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെ പേടിപ്പിക്കുന്ന ഗർജനങ്ങൾ. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഈണത്തിൽ നിർത്താതെ പാടുന്ന ചീവീടുകൾ നേരം പുലർന്നു വരുന്നതോടെ ഒരു മഹാസംഗീത സദസ്സായി മാറുന്ന വനത്തിൽ നിന്നും അനേകം പക്ഷികൾക്കൊപ്പം കുയിലും കുരുവിയും മത്സരിച്ച് പാടുന്നുണ്ടാവും. മയിലുകൾ പീലി വിടർത്തി നൃത്തമാടുന്നുണ്ടാവും. മാനുകൾ ശത്രുഭയം കൂടാതെ ഇളം പുല്ല് തിന്നാൻ കൂട്ടമായി പുൽപ്പരപ്പിലേക്ക് നീങ്ങുന്നുണ്ടാവും. പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യൻ ഈ കാഴ്ചകൾ കാണുമ്പോൾ സാക്ഷാൽ ജഗദീശ്വരനോട് സ്തുതിച്ചു പോകും. പ്രകൃതിയുടെ സർവ്വ സൗന്ദര്യവും ചാലിച്ചെഴുതിയ മനോഹര ചിത്രമാണ് കാട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള ബലന്തൂർ ഗ്രാമത്തിന് അതിരിട്ടുകൊണ്ട് അത്തരത്തിലൊരു സുന്ദരമായ വനമുണ്ട്. ഈ ഗ്രാമത്തിന്റെ മറ്റൊരതിർത്തി ഗ്രാമമാണ് തകർത്തി. ഈ രണ്ട് ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലാണ്. അത്യാവശ്യം അല്പസ്വല്പം കൃഷിയും അതിർത്തി വനത്തിലാകട്ടെ മാനുകൾ ധാരാളവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവയുടെ സ്വാദിഷ്ടമായ ഇറച്ചി മോഹിച്ച് കഴിയുന്ന കടുവകളും പുലികളും കഴുതപ്പുലികളുമൊക്കെ ആ കാട്ടിൽ ധാരാളം സുലഭം. ഈ വെല്ലുവിളികളെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് തന്നെ ഗ്രാമീണർ ആ വനത്തിലെ തെളിഞ്ഞ പുൽപ്പരപ്പിലേക്ക് തങ്ങളുടെ കാലികളെ മേയ്ക്കാൻ പോകുക പതിവായിരുന്നു. വന്യമൃഗങ്ങൾ അവരെയോ കന്നുകാലികളെയോ ആക്രമിക്കാറില്ല. അങ്ങനെ പരസ്പര ധാരണയിൽ ശാന്തമായ ജീവിതം തുടരുന്ന കാലം. പെടുന്നനെ ആ താളം തെറ്റിച്ചുകൊണ്ട് ഒരു കടുവ പ്രത്യക്ഷപ്പെട്ടു. ഓരോ കാലിക്കൂട്ടവും മേഞ്ഞു മടങ്ങുമ്പോൾ അവൻ മറഞ്ഞിരുന്ന് ഏറ്റവും പിന്നിൽ പോകുന്ന ഒന്നിന്റെ കഴുത്തിൽ പിടിമുറക്കും. ആ സാധു മൃഗത്തിന്റെ ഒരു ഞരക്കം പോലും പുറത്തു കേൾക്കാതെ വളരെ തന്ത്രപരമായി കടുവ കാര്യം സാധിച്ചു പോന്നു. ഓരോ കർഷകനും വീട്ടിലെത്തി നോക്കുമ്പോഴാണ് തൻ്റെ ഒരു പശു അല്ലെങ്കിൽ ഒരാട് കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. തുടർച്ചയായി ഈ കുറവ് ആവർത്തിച്ച് കണ്ടപ്പോൾ യാദൃശികമായി കൂട്ടം തെറ്റിപ്പോയതല്ലെന്നും ഏതോ വന്യമൃഗം പിടിച്ചുകൊണ്ടു പോയതാണെന്നും അവർക്ക് ഉറപ്പായി. അക്രമി മിക്കവാറും ഒരു കടുവ തന്നെ ആയിരിക്കുമെന്നും അവർ ഊഹിച്ചു. ഇവനെ ഇങ്ങനെ വിട്ടാൽ ഒടുവിൽ തങ്ങളുടെ കാലിക്കൂട്ടം മുഴുവൻ അവന്റെ പള്ളയിലാകും. എങ്ങനെയും അവനെ പിടികൂടണം. നേരിട്ട് തീർക്കാൻ വേണ്ട ധൈര്യമോ ആയുധങ്ങളോ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കെണി വെച്ച് പിടിക്കുക എന്ന ആശയത്തോട് അവർ യോജിച്ചു. അടുത്ത ദിവസം കാടും ഗ്രാമവും തിരിയുന്നിടത്ത് അവർ നല്ല ആഴമുള്ള അല്പം വിസ്തൃതമായ ഒരു കുഴി കുഴിച്ചു. അതിന്റെ മീതെ കനം കുറഞ്ഞ കാട്ടുകമ്പുകൾ നിരത്തി അതിനു മുകളിൽ ഉണക്കിലകൾ വിരിച്ച ശേഷം മണ്ണുകൊണ്ട് മൂടി അവിടെ ഒരു കുഴി ഉണ്ടെന്ന് സംശയം പോലും തോന്നാത്ത വിധം ആ കെണി പൂർത്തിയാക്കിയിട്ട് അതിന് ഇപ്പുറത്ത് ഒരാടിനെ കെട്ടിയിട്ടു. ആടിന്റെ അടുത്തേക്ക് മൂടിയ കുഴിയുടെ മുകളിലൂടെ മാത്രമേ കടുവയ്ക്ക് വരാൻ കഴിയൂ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ബാക്കി ഭാഗമെല്ലാം മുള്ളുകളും മറ്റും കൊണ്ട് മറച്ചുവെച്ചു. ഗ്രാമീണർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുവ ആടിനെ പിടിക്കാൻ വരികയും
ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗ്രാമീണർ ഓടിയെത്തി. കുഴിയുടെ ചുറ്റും ആഹ്ലാദ നൃത്തം ചെയ്തു. പിന്നെയാണ് ആലോചിച്ചത്, ഇതിനെ എങ്ങനെ കൊല്ലും? ആർക്കും തോക്കില്ല. വലിയ നീളമുള്ള കമ്പുകൾ കൊണ്ടുവന്ന് കുത്തിക്കൊല്ലാൻ നടത്തിയ ശ്രമം വിജയിച്ചുമില്ല. കടുവയ്ക്ക് ഇതൊന്നും ഏശുന്നില്ലെന്ന് മാത്രമല്ല, അവന് വല്ലാതെ ദേഷ്യം പിടിക്കുകയും ചെയ്തു. പ്രതികാരമൂർത്തിയായ അവന്റെ മുറൽ കേട്ടുകൊണ്ട് അവർ ഭയന്നുപോയി. സാധാരണഗതിയിൽ ഒരു കടുവയ്ക്കും ആഴമേറിയ ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാനാവില്ല. എന്നാൽ അവൻ അല്പം അസാധാരണമായവൻ തന്നെയായിരുന്നു. സർവശക്തിയുമെടുത്ത് ശരീരം ഒരു സ്പ്രിങ് പോലെയാക്കി പിൻകാലുകളിൽ കുതിച്ച് ഒറ്റച്ചാട്ടത്തിന് അവൻ കുഴിക്ക് വെളിയിൽ വന്നു. അമ്പരന്നു പോയ നാട്ടുകാർ നാലുപാടും പാഞ്ഞു കളഞ്ഞു. എന്നാൽ ഒരു ഭാഗ്യഹീനൻ ഭയം കൊണ്ട് മരവിച്ച് നിന്നുപോയി. അയാൾ തന്നെ എതിരാൻ നിൽക്കുകയാണെന്ന് കരുതിയാവാം കടുവ അവന്റെ തലയ്ക്ക് മുകളിലൂടെ ചാടിയാണ് രക്ഷപ്പെട്ടത്. പക്ഷേ മനസ്സറിയാതെ തന്നെ കടുവയുടെ പിൻകാലുകൾ അയാളുടെ തലയിൽ കൊള്ളുകയും ആഘാതത്തിന്റെ ശക്തിയിൽ അതിന്റെ കാൽനഖങ്ങളാൽ തലയോട്ടിയുടെ പുറംഭാഗത്തെ മാംസവും തൊലിയും ഓറഞ്ച് പൊളിക്കും പോലെ പൊളിഞ്ഞു തൂങ്ങുകയും ചെയ്തു. ആ പാവ മനുഷ്യൻ വേദന സഹിച്ച് 3 ദിവസം ജീവിച്ചു, പിന്നെ മരിച്ചു. ഈ സംഭവത്തോടെ കടുവയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. മനുഷ്യനെ അത്ര ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ ശക്തി ഇത്രയേ ഉള്ളൂ. ഭീരുക്കളുമാണ്. കടുവയെ കണ്ടാൽ നെട്ടോട്ടം ഓടും. ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടതോടെ ഇടയന്മാരുടെ മുന്നിൽ നിന്ന് കാലികളെ പിടിച്ചുകൊണ്ടു പോകാനും ധൈര്യം കാട്ടി തുടങ്ങി. അങ്ങനെ ഒരിക്കൽ കാലിക്കൂട്ടത്തിലേക്ക് ധൈര്യസമേതം കടന്നു കയറിയ ഒരു കടുവയെ അല്പം ധൈര്യശാലിയായ ഒരു ഇടയൻ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുമായി നേരിട്ടു. ഇവൻ ഇത്രയേ ചെയ്യാനാവൂ എന്നുറപ്പിച്ചുള്ള കടുവ അവനെ ആക്രമിച്ച് ശരീരമാകെ മാന്തി കീറി. ഭയന്ന് ബോധം കെട്ടുപോയ അവനെ അവിടെയിട്ട് ഏറ്റവും കൊഴുത്ത ഒരു പശുവിനെയും കടിച്ചു തൂക്കിക്കൊണ്ട് കടുവ കാട്ടിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് ബോധം വീണ് കിട്ടിയ ഇടയൻ അവശേഷിച്ച പശുക്കളെയും തെളിച്ച് ചോരയൊലിപ്പിച്ചും ഞരങ്ങിയും മൂങ്ങിയും ഒരു വിധത്തിൽ ഗ്രാമത്തിൽ മടങ്ങിയെത്തി. ഭാഗ്യവശാൽ മാരകമായ മുറിവുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവൻ മരിച്ചില്ല. പക്ഷേ ആ സംഭവത്തോടെ ഗ്രാമീണരാകെ ഭയന്നുപോയി. പിന്നീട് അവർ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയില്ല. തങ്ങളുടെ കൃഷിയിടങ്ങൾക്ക് സമീപമുള്ള പരിമിതമായ സ്ഥലത്ത് പശുക്കളെ മേയിച്ച് കഴിച്ചുകൂട്ടി. പക്ഷേ അത് കടുവയ്ക്ക് തൃപ്തികരമായ തീരുമാനമായിരുന്നില്ല. അവന് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്ന ശാപ്പാട് മുടങ്ങിയതിൽ പ്രതിഷേധവുമായി കഴിഞ്ഞെങ്കിലും അവൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിച്ചില്ല. കുറെ നാളുകൾ അങ്ങനെ ശാന്തമായി പിന്നിട്ടപ്പോൾ ആളുകൾ ധരിച്ചത് കടുവ മറ്റെങ്ങോട്ടോ പോയി എന്നാണ്. ഗ്രാമത്തിൽ പുല്ല് തീരെ ഇല്ലാതായതാനും. രണ്ടും കൽപ്പിച്ച് അവർ വീണ്ടും പഴയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കാലികളെയും കൊണ്ട് പോകാൻ തുടങ്ങി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ ചിലത് കടന്നുപോയി. അങ്ങനെ ഇരിക്കെയാണ് ആദ്യത്തെ ഇടയവധം നടന്നത്. പ്രതി നമ്മുടെ കഥാനായകൻ തന്നെ. ആരോഗ്യവാനായ ഒരു യുവാവിനെയാണ് അവൻ കൈക്കരുത്ത് കൊണ്ട് കാലപുരിക്ക് അയച്ചത്. ആ യുവാവിന്റെ പശുക്കളിൽ ഒരെണ്ണം ഒഴികെയുള്ളവ സന്ധ്യയോടെ ഭയന്ന് വിവശരായി മടങ്ങിയെത്തിയപ്പോഴാണ് ഗ്രാമീണർ അപകടം മനസ്സിലാക്കുന്നത്. കടുവ അവനെ കൊന്ന ശേഷം ഒരു പശുവിനെയും കൊണ്ട് കടന്നതായിരിക്കും എന്നവർ ഊഹിച്ചു. പിറ്റേന്ന് ചെന്ന് നോക്കിയപ്പോൾ ഊഹം തെറ്റിയിട്ടില്ലെന്നും അവർക്ക് ബോധ്യമായി. കഴുത്തൊടിഞ്ഞ് ചത്തുകിടന്ന ഒരു പശുവിനെയും അതിനടുത്ത് തന്നെ ഇടയന്റെ മൃതദേഹവും അവർ കണ്ടു. അവരെ കൂടുതൽ ഞെട്ടിച്ച ഒരു വസ്തുത പശുവിന്റെ മാംസം അല്പം പോലും തിന്നിരുന്നില്ല എന്നുള്ളതാണ്. ആ സമയം ആ യുവാവിന്റെ ശരീരത്തിലെ പകുതി മാംസവും അവൻ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതായത് അവൻ മനുഷ്യ മാംസത്തിന്റെ രുചി അറിഞ്ഞിരിക്കുന്നു. പശുവിന്റെ ഇറച്ചിയേക്കാൾ രുചികരമാണ് മനുഷ്യ മാംസം എന്നവന് തോന്നിയതെങ്കിൽ ഇനി അങ്ങോട്ട് മനുഷ്യരുടെ തന്നെയാവും അവൻ ആക്രമിക്കുക എന്ന സത്യം മനസ്സിലാക്കിയ ഗ്രാമീണർ ആകെ ഭയന്ന് വിവശരായി തീർന്നു. സന്ധ്യയാകും മുൻപേ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ കയറി വാതിലടിച്ചിരിക്കും. രാത്രി ഒരു കാരണവശാലും ആരും പുറത്തിറങ്ങുകയില്ല. ഇങ്ങനെ ആയപ്പോൾ കടുവ അയൽ ഗ്രാമങ്ങളിലേക്ക് മനുഷ്യവേട്ട വ്യാപിച്ചു തുടങ്ങി.
ഏതാണ്ട് ഈ കാലത്താണ് എൻ്റെ സുഹൃത്തും തകർത്തിയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ സ്റ്റാൻലി ഈ കടുവയുടെ പരാക്രമങ്ങളെക്കുറിച്ച് എനിക്ക് എഴുതിയത്. ഞാൻ ഉടനെ എത്തണമെന്നും ഡോക്ടർ എഴുതിയിരുന്നു. പിന്നെ ഞാൻ വൈകിയില്ല. അടുത്ത ദിവസം തന്നെ ഞാൻ ആശുപത്രിയിലെത്തി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്റ്റാൻലി ഒരു നായാട്ടുകാരൻ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തോക്കത്ര പോരാ. .12 ഇനത്തിൽപ്പെട്ട തോക്കുകൊണ്ട് വല്ല മാനിനെയോ മ്ലാവിനെയോ വെടിവെക്കാമെന്നല്ലാതെ അപകടകാരിയായ കടുവയൊന്നും അത് വെടിവെച്ച് ഇടാനായിട്ട് സാധിക്കില്ല. അതിന് എന്റെ .405 വിഞ്ചസ്റ്റർ റൈഫിൾ തന്നെ വേണം. പക്ഷേ ഡോക്ടർ ഇതൊന്നും സമ്മതിച്ചു തരില്ല കേട്ടോ. ഒട്ടും വൈകാതെ ഞങ്ങൾ സർവ്വസന്നാഹങ്ങളുമായി സംഭവ സ്ഥലത്തെത്തി. കടുവ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ കാണുകയും ചെയ്തു. അതിന്റെ തെളിവായിരുന്നു അവന്റെ മുരൾച്ച. ഉടനെ ഞങ്ങൾ പുറത്തോട് പുറം ചേർന്ന് നിന്ന് ഉന്നം നോക്കി. ആ രീതിയിൽ ഞങ്ങൾ മെല്ലെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. സാധാരണ ഗ്രാമീണരിൽ നിന്നും വ്യത്യസ്തരാണ് ഞങ്ങളെന്ന് കടുവ മനസ്സിലാക്കി. അവന് ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ ആക്രമണത്തിന് ഒരുങ്ങുകയായിരുന്നു. പെടുന്നനെ ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്ത് അവൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഞങ്ങളെ നേർക്ക് ചാടി വീഴുന്നതിന് ഞങ്ങളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നതിന് പകരം വലിയൊരു പ്രതിഷേധ പ്രകടനത്തോടെയാണ് തിരിഞ്ഞു ഓടുകയാണ് അവൻ ചെയ്തത്. കടുവകൾ വളരെ തന്ത്രശാലികളാണ്. നായാട്ടുകാരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റുമുട്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. അങ്ങനെ പോയതായിരിക്കാം ഇവനും എന്ന ഞങ്ങളുടെ ധാരണ തെറ്റി. ഞങ്ങൾ ജഡം പരിശോധിച്ചുകൊണ്ടിരിക്കെ അവൻ വലിയൊരു ആക്രമണത്തിന് തയ്യാറായി തിരികെ വന്നു. ഗർജനം കേട്ട് നോക്കുമ്പോൾ സമീപമുള്ള കുറ്റിക്കാടുകൾ അനങ്ങുന്നത് കണ്ടു. ഏതു ഭാഗത്തു നിന്നാവും അവൻ ചാടി വീഴുക എന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ പഴയപടി പുറം ചാരിക്കൊണ്ട് എന്തും നേരിടാൻ തയ്യാറായി നിന്നു. പക്ഷേ കടുവ അതിബുദ്ധിമാനായിരുന്നു. അവൻ പുറത്തു വരാതെ ഞങ്ങളെ ഭയപ്പെടുത്തി വിരട്ടി ഓടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. കടുവയെ ഒന്ന് കബളിപ്പിക്കുക തന്നെയെന്ന് ഞാനും സ്റ്റാൻലിയും കൂടെ തീരുമാനിച്ചു. ഒരാൾ മറഞ്ഞിരിക്കുക, മറ്റേയാൾ നടന്നു മാറുക. അപ്പോഴവൻ ഒറ്റയ്ക്ക് നീങ്ങുന്നയാളിന്റെ നേർക്ക് വരും. അല്ലെങ്കിൽ അയാൾ കാണാമറയത്താകും വരെ കാത്തിരുന്നിട്ട് രണ്ടാളും പോയി എന്ന് കരുതി ബാക്കിയുള്ള മൃതദേഹം ഭക്ഷിക്കാൻ വരും. ആ തക്കത്തിന് അവനെ വകവരുത്താം. ഞാൻ ഡോക്ടറോട് ശ്രദ്ധാപൂർവം മടങ്ങിപ്പോവാൻ നിർദ്ദേശിച്ചിട്ട് ഒരു പൊന്തക്കാടിന് പിന്നിൽ ഒളിച്ചിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സ്റ്റാൻലിയുടെ പിന്നാലെ കടുവ നിശബ്ദം നീങ്ങാൻ തുടങ്ങി. മനഃപൂർവ്വം അവൻ നിശബ്ദത പാലിച്ചുകൊണ്ട് എവിടെയാണവൻ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടികിട്ടിയില്ല. എന്നാൽ അവൻ ഡോക്ടറെ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഡോക്ടർ അത് മനസ്സിലാക്കിയോ എന്നായിരുന്നു എന്റെ വേവലാതി. പെട്ടെന്ന് പിന്നിലൊരു അനക്കം കേട്ടിട്ടുണ്ടെന്നോണം സ്റ്റാൻലി തിരിഞ്ഞു നോക്കി. ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്കല്പം സമാധാനം തോന്നി. ഞാനും പിന്നാലെ നീങ്ങി. കടുവ ഡോക്ടറെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പിന്നിൽ ഞാനുണ്ടെന്ന ധാരണ അവന് തീരെയില്ല. ഡോക്ടർ കുറ്റിക്കാടുകൾ പിന്നിട്ട് നിരപ്പായ തുറസായ പാതയിൽ എത്തിയതും ഒരലർച്ചയോടെ അവൻ പിന്നിൽ നിന്ന് ചാടി വീണതും ഒന്നിച്ചായിരുന്നു. സ്റ്റാൻലി പെടുന്നനെ തിരിഞ്ഞ് അവന്റെ നേർക്ക് നിറയൊഴിച്ചു. പക്ഷേ ഉന്നം തെറ്റിയ ഉണ്ട എന്റെ അരികിലൂടെ ചീറിപ്പാഞ്ഞുപോയി. വെടിവെച്ച കേട്ട് ഭയന്ന കടുവ തിരിഞ്ഞ് പായാൻ ഭാവിച്ചതും എന്നെ കണ്ടു. അവൻ എന്റെ നേർക്ക് കുതിച്ചതും എന്റെ തോക്ക് ഗർജിച്ചതും ഒന്നിച്ചായിരുന്നു. പക്ഷേ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ, എന്റെ ഉന്നവും തെറ്റി. അത് സ്റ്റാൻലിയുടെ ചെവിക്കടുത്തുകൂടിയാണ് മൂളിപ്പാഞ്ഞു പോയത്. എന്തായാലും രണ്ട് വീരശൂര പരാക്രമികളുടെ നടുവിൽ നിന്നും കടുവ കൂളായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആകെ ചമ്മി നിരാശരായി ഞങ്ങൾ മടങ്ങിപ്പോന്നു. പക്ഷേ ഇതുവരെ കണ്ട രീതി വെച്ച് നോക്കുമ്പോൾ ആ കടുവ ഇനിയും ബാക്കിയുള്ള ശവശരീരം തേടി വന്നേക്കുമെന്നും വീണ്ടും ഒരിക്കൽ കൂടി ഭാഗ്യം പരീക്ഷിക്കാമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് അത്യാസന്ന നിലയിലെത്തിയ ഒരു രോഗിയുടെ ആൾക്കാർ ഡോക്ടറുടെ സഹായം തേടി ഓടിയെത്തിയത്. ആ പരിതസ്ഥിതിയിൽ അവരോടൊപ്പം പോവുക എന്നതാണ് ഒരു ഡോക്ടറുടെ കടമ എന്നതിനാൽ അദ്ദേഹം ഉടനെ മടങ്ങിപ്പോയി.
ഞാൻ തനിച്ച് കടുവയെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ മൃതദേഹത്തിനടുത്ത് ഒളിച്ചിരിക്കാൻ പറ്റിയ വൃക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടാൽ കടുവ വരികയുമില്ല. അതുകൊണ്ട് മൃതദേഹം കിടക്കുന്നിടത്ത് ഒരു കുഴി ഉണ്ടാക്കാൻ ഗ്രാമീണരോട് പറഞ്ഞു. എനിക്ക് കഷ്ടിച്ച് നീണ്ടു നിവർന്ന് കിടക്കാൻ മാത്രം വലിപ്പത്തിലാണ് കുഴി ഉണ്ടാക്കിയത്. സമയം സന്ധ്യയായി. ഞാൻ കുഴിയിലേക്ക് ഇറങ്ങി നീണ്ടു നിവർന്ന് കിടന്നു. അരികിൽ സൗകര്യമായി എടുക്കാൻ കഴിയും വിധം റൈഫിളും വെച്ചു. നേരം ഇരുട്ടി. കുഴിക്ക് നേരെ മുകളിൽ നീലാകാശത്തിന്റെ ഒരു കഷണം നോക്കി ഞാൻ കിടന്നു. അപ്പോൾ എന്തോ ശബ്ദം കേട്ട് തൊട്ടടുത്ത് എവിടെയോ കരിയിലകൾ അനങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുഴിയിലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ പതിഞ്ഞ ചുവടുകളുമായി വരികയാണോ? കുഴിയിലേക്ക് കുതിച്ചു വന്നാൽ എനിക്ക് അനങ്ങാൻ പോലും കഴിയില്ല. പെട്ടെന്ന് ശബ്ദമുണ്ടാക്കിയതെങ്ങനെ എന്ന് എനിക്ക് മനസ്സിലായി. കുഴിക്ക് മുകളിലൂടെ ഒരു ഉഗ്രൻ രാജവെമ്പാല ഇഴഞ്ഞു നീങ്ങുകയാണ്. ഞാനാകെ വിയർത്തുപോയി. മരണം തൊട്ടരികിൽ എത്തിയിരിക്കുന്നു. കൊടും വിഷമുള്ള ആ പാമ്പ് ഏത് നിമിഷവും എന്നെ കണ്ടേക്കാം. കണ്ടാലോ ആ നിമിഷം കൊത്തുകയും ചെയ്യും. ചെറിയൊരു ചലനം കൊണ്ട് പോലും അത് എന്റെ സാന്നിധ്യം അറിയും. ഞാൻ ശ്വാസം പോലും അടക്കി പിടിച്ച് കിടന്നു. എന്റെ ഭാഗ്യമെന്നേ പറയാവൂ. ആ സർപ്പരാജൻ എന്നെ തീരെ ശ്രദ്ധിക്കാതെ എങ്ങോട്ടോ ഇഴഞ്ഞുപോയി. ഞാൻ ആകെ വിയർപ്പിൽ കുളിച്ച് കാലുകൾ മരവിച്ച് തുടങ്ങിയിരിക്കുന്നു. കാലുകൾ ഇളക്കി മരവിപ്പ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ കിടന്നു. ഏകദേശം 1 മണിക്കൂർ പിന്നെയും കഴിഞ്ഞിരിക്കും. അപ്പോൾ മൃതദേഹത്തിന്റെ മാംസം കടിച്ചു കീറുന്നതും എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നതുമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. കടുവ മടങ്ങി വന്നിരിക്കുന്നു. ചിലപ്പോൾ കഴുതപ്പുലികളാകാം. അല്പം അകലെയായി മറ്റൊരു കടുവയുടെ മുരൾച്ചയും കേൾക്കുന്നുണ്ട്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഒന്നിലധികം കടുവകൾ ഉണ്ടെങ്കിൽ എന്റെ കാര്യം അപകടമാണ്. എന്തായാലും ധൈര്യം ഉൾക്കൊണ്ട് ഞാൻ കുഴിയിൽ മുട്ടുകാലിൽ ഇരുന്നു. മെല്ലെ കുഴിക്ക് പുറത്തേക്ക് നോക്കിയ ഞാൻ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. ഒരു കടുവ കമിഴ്ന്നു കിടന്ന് കൈകളിൽ ഒതുക്കി പിടിച്ച മൃതദേഹത്തിൽ നിന്നും മാംസം കടിച്ച് കീറി തിന്നുന്നു. അവന്റെ മുന്നിൽ അവനും എനിക്കും അഭിമുഖമായി മറ്റൊരു കടുവ അക്ഷമനായി നിൽക്കുന്നു. എന്റെ തല ഉയർന്നതും ആ രണ്ടാമൻ എന്നെ കണ്ടു. അവൻ ആക്രമണ സ്വരത്തിൽ ഒന്നും മുരണ്ടു. പക്ഷെ മാംസം തിന്നുകയായിരുന്ന കടുവ ധരിച്ചത് രണ്ടാമൻ തന്റെ നേർക്കാണ് പോർവിളി നടത്തുകയാണെന്നാവും. അവൻ ഗർജിച്ചുകൊണ്ട് രണ്ടാമന്റെ നേർക്ക് ചാടി. പിന്നെ അവിടെ നടന്നതൊരു പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു. ആ ബഹളത്തിൽ അവർ എന്നിൽ നിന്നും വളരെ അകലേക്ക് നീങ്ങിപ്പോയി. രംഗത്ത് ഞാൻ മാത്രം അവശേഷിച്ചു. രണ്ടാമനെ ഓടിച്ചു വിട്ട ശേഷം തന്റെ പ്രിയപ്പെട്ട മനുഷ്യമാംസം കഴിക്കാൻ അവൻ വീണ്ടും മടങ്ങി വരും എന്ന വിശ്വാസത്താൽ ഞാൻ കുഴിയിൽ കാത്തിരുന്നു. സമയം പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ കുറച്ചകലെ കുടിലുകളുടെ ഭാഗത്തു നിന്നും വലിയൊരു നിലവിളിയും ബഹളവും കേട്ടു. എന്തോ വലിയൊരു അപകടം നടന്നിരിക്കുന്നു. ഇവിടെ നിന്ന് പോയ കടുവകളിലൊന്ന് മിക്കവാറും നരഭോജി പോകുന്ന പോക്കിൽ ആരെയെങ്കിലും പിടികൂടിയിരിക്കാം. അങ്ങോട്ട് ഞാൻ ഓടി ചെന്നിട്ടും ഇനി ബലമില്ല. നിമിഷ വേഗത്തിൽ കടുവ ഇരയും കൊണ്ട് അപ്രത്യക്ഷമാവും. മാത്രമല്ല, ഞാൻ പോയി കഴിഞ്ഞാണ് രണ്ടാമൻ വീണ്ടും വരുന്നതെങ്കിൽ ആ അവസരം നഷ്ടമാകുകയും ചെയ്യും. മറ്റൊരു സാധ്യത ഉള്ളത്, ഞാൻ കുടിലുകളുടെ നേർക്ക് നീങ്ങുമ്പോൾ രണ്ടാമൻ അപ്രതീക്ഷിതമായി വശങ്ങളിൽ നിന്നോ പിന്നിൽ നിന്നോ ചാടി വീണേക്കാം എന്നതാണ്. അത് ചിലപ്പോൾ എന്റെ മരണത്തിലായിരിക്കും അവസാനിക്കുക. അതുകൊണ്ട് പുലരും വരെ ആ കുഴിയിൽ തന്നെ ഇരിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എന്റെ കാത്തിരിപ്പ് വിഫലമായി. സൂര്യൻ ഉദിക്കുവോളം ഒന്നും സംഭവിച്ചില്ല. പ്രകാശം പരന്നതും ഞാൻ കുഴിയിൽ നിന്നും പുറത്തു ചാടി കുടിലിന് നേർക്ക് നടന്നു. കുടിലിന് മുന്നിൽ ഭയം കൊണ്ട് വിളറി വെളുത്ത് ഭാര്യാഭർത്താക്കന്മാർ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി അവരോടൊപ്പമാണ് നേരത്തെ കടുവ കൊന്ന സഹോദരന്റെ ഭാര്യയും കഴിഞ്ഞിരുന്നത്. ആ സാധുവിനെയാണ് ആ രാത്രി കടുവ ആക്രമിച്ചത്. അവളുടെ കഴുത്തും മുഖവുമെല്ലാം ആകെ വീർതമായിരിക്കുന്നു. രാത്രി അവൾ പരമ്പ് ചുമരിനോട് ചേർന്നാണ് കിടന്നിരുന്നത്. കല്ലും മണ്ണും പരമ്പും കൊണ്ട് ഉണ്ടാക്കിയ കുടിലുകളാണ് അവിടെ ഉള്ളത്. പുരയുടെ മൺതറയിൽ നിന്നും അല്പം വിടവിട്ടാണ് പരമ്പ് ചുമർ ഉറപ്പിക്കുന്നത്. ചിതൽ ശല്യം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്.
ഹതഭാഗിയായ ആ സ്ത്രീ പരമ്പ് ചുവനോട് ചേർന്ന് ഉറങ്ങുമ്പോഴാണ് ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞ് കോപിഷ്ഠനായ കടുവ ആ വഴി പോയത്. പരമ്പ് വിടവിലൂടെ അവൻ അവളെ കണ്ടു. ആ വിടവിലൂടെ കൈകൾ കടത്തി അവളുടെ ശിരസിൽ നഖങ്ങൾ ആഴ്ത്തിപ്പിടിച്ച് പുറകോട്ട് വലിച്ചിടാനാണ് അവൻ ശ്രമിച്ചത്. അവൾ വേദന കൊണ്ടും മരണഭീതി കൊണ്ടും അലറി നിലവിളിച്ചപ്പോൾ മറ്റുള്ള രണ്ടുപേരും ചാടി എഴുന്നേറ്റു. അവർ ഉറക്കെ ബഹളം വെച്ചെങ്കിലും കടുവ അതൊന്നും ഗവനിക്കാതെ അവളുടെ ശിരസും കഴുത്തും വലിച്ചു പുറത്തിട്ട് കഴുത്തിൽ കടിച്ച് മരണം ഉറപ്പാക്കിയ ശേഷമാണ് പോയത്. കടുവ വീണ്ടും വരുമെന്ന ഭയം മൂലം ആ ദമ്പതികൾ രാത്രി മുഴുവൻ കുടിലിന്റെ മധ്യഭാഗത്ത് കുത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ദാരുണ സംഭവം സംസാരിച്ചു നിൽക്കവേ ഡോക്ടറും മടങ്ങി വന്നു. അദ്ദേഹം അപ്പോൾ മാത്രമാണ് വിവരങ്ങൾ അറിയുന്നത്. അതിഭീകരനും ശൂത്രശാലിയുമായ ആ നരഭോജിയെ വകവരുത്താതെ ഇനി വിശ്രമമില്ലെന്ന് ഞങ്ങൾ ഇരുവരും പ്രതിജ്ഞ ചെയ്തു. ആ ദമ്പതികളെ തകർത്തിയിലേക്ക് അയച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ ആദ്യം ഒരു കൂടിയാലോചന നടത്തി. അതനുസരിച്ച് രണ്ടുപേരും രണ്ടിടത്ത് കാത്തിരിക്കാമെന്ന് ഉറപ്പിച്ചു. തലേരാത്രി കടുവ കൊന്ന സ്ത്രീയുടെ മൃതദേഹത്തിനടുത്ത് ഞാനും അടുത്ത കുടിലിൽ ഡോക്ടർ സ്റ്റാൻലിയും ഇരിക്കണം. ഇന്നലെ രാത്രി കൊന്ന ഇരയെ തേടി ഇന്ന് അവൻ എത്തും. ചിലപ്പോൾ രണ്ടാമനും വന്നേക്കും. അന്ന് വൈകുന്നേരം 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇരുവരും 2 കുടിലുകളായി ഒളിച്ചിരുന്നു. സന്ധ്യ കഴിഞ്ഞതോടെ ഇരുട്ട് പടർന്നു. കടുവകൾ ഇരയെ സമീപിക്കുക സാധാരണ ഒന്നായാമം അവസാനിക്കുമ്പോഴാണ്. ഇരുന്നു കൊണ്ട് കടുവയ്ക്ക് നേരെ ടോർച്ചടിച്ചാൽ ആ പ്രകാശം ഭിത്തികളിൽ തട്ടി എന്റെ കണ്ണിലേക്ക് തിരിച്ചടിക്കാനും എന്റെ ലക്ഷ്യം തെറ്റാനും ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ മൃതദേഹത്തോട് ചേർന്ന് നിലത്ത് കമിഴ്ന്നു കിടന്നു. ഇപ്പോൾ എനിക്ക് പരമ്പിന്റെ വിടവിലൂടെ കടുവയെ വ്യക്തമായി കാണാനും കഴിയും. റൈഫിൾ ശരിക്കും പൊസിഷൻ ചെയ്തു. പക്ഷെ ഒന്നും സംഭവിക്കാതെ മണിക്കൂറുകൾ 3 പിന്നിട്ടു. ഒരു മൃതദേഹത്തിന് അരികിലുള്ള ആ കിടപ്പിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളൊന്ന് നോക്കുക. എനിക്ക് വല്ലാത്ത അക്ഷമയും അസ്വസ്ഥതയും തോന്നി. ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുവാനായിട്ട് കൊതി തോന്നി. കൃത്യം ആ സമയത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മരിച്ചു കിടന്ന സ്ത്രീയുടെ ഒരു കാല് എന്റെ ശരീരത്തിലൂടെ ഉരസ് നീങ്ങിയത്. ഞാൻ നടുങ്ങിപ്പോയി. മരണം എന്നെ ഇക്കിളിപ്പെടുത്തുന്നുവോ? മൃതദേഹം ചലിക്കുകയോ? കടുവ വന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല. ഒരു ഇല പോലും അനങ്ങിയിട്ടുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? വീട്ടിൽ ഞാൻ ശവത്തിന്റെ മുകളിലൂടെ ഒന്ന് തടവി നോക്കി. ദൈവമേ, എന്റെ കൈത്തലം സ്പർശിച്ചത് കൂർത്ത നഖങ്ങളിലും അതിന് മുകളിലുള്ള രോമക്കാട്ടിലുമായിരുന്നു. പെടുന്നനെ കടുവ കൈ പിൻവലിച്ചു. ഞാനും. മൃതദേഹത്തിന് പുറമെ ജീവനുള്ള ഒരു മനുഷ്യനും കുടിലിനകത്തുണ്ടെന്ന് ആ കുശാഗ്ര ബുദ്ധി മനസ്സിലാക്കി കാണും. പെടുന്നനെ ഒരു ഭയങ്കര ഗർജനത്തോടെ അവൻ എന്നെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്തു. അവനെ പരമ്പ് വിട്ടി കടിച്ച് കീറി എറിയാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന നരഭുജ തന്നെയാണ് അവനെന്ന് എനിക്ക് ഉറപ്പായി. ഇനിയും ക്ഷമിക്കുന്നത് അബദ്ധവും ആത്മഹത്യാപരവുമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ റൈഫിളിൽ ഉറപ്പിച്ച ടോർച്ച് പ്രകാശിപ്പിച്ചപ്പോൾ കണ്ട കാഴ്ച എന്റെ നെഞ്ചിടിപ്പ് തന്നെ നിർത്തുന്നതായിരുന്നു. പരമ്പ് കീറിയുണ്ടാക്കിയ വിടവിലൂടെ എന്നെ തുറിച്ചു നോക്കുന്ന ആ ഭീകരന്റെ തലയാണ് ഞാൻ കണ്ടത്. കൃത്യം ആ 2 കണ്ണുകൾക്കും മധ്യത്തിലേക്ക് നിറയൊഴിച്ചിട്ട് വൈദ്യുത വേഗത്തിൽ ഞാൻ ഒരു വശത്തേക്ക് ചാടി ഒഴിഞ്ഞു. വെടികൊള്ളുന്ന കടുവ അടുത്ത നിമിഷം ആ ലക്ഷ്യത്തിലേക്ക് ചാടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുതന്നെ സംഭവിച്ചു. വെടിയേറ്റ് തല പൊളിഞ്ഞു. തലച്ചോറ് പുറത്തു വന്നിട്ടും അവൻ അലറിച്ചാടി വന്നു. ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവനും ഞാനും ഒപ്പമായിരിക്കും മരിക്കുക. ചാടി വീണ അവന്റെ ദേഹത്തേക്ക് ഞാൻ 2 തവണ കൂടി നിറയൊഴിച്ചു. അതോടെ അവസാന ചലനവും നിലച്ചു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ പരമദയനീയമായിരുന്നു. ഞരമ്പുകളിലൂടെ പിരിമുറക്കം മാറിയപ്പോൾ മനം മറിയുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്ന് ഛർദ്ദിക്കണം, അല്പം ശുദ്ധമായി ശ്വസിക്കുകയും വേണം. ഈ വിചാരത്തോടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ ഞാൻ കണ്ട കാഴ്ച നടുക്കുന്നതായിരുന്നു. എന്റെ നേർക്ക് ചാടാൻ തയ്യാറായി 4 കാലിൽ കമഴ്ന്നു കിടക്കുന്ന മറ്റൊരു കടുവ. ഉടനെ ഞാൻ റൈഫിൾ അവന്റെ നേർക്ക് നീട്ടി. അപ്പോൾ അടുത്ത കുടിൽ നിന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു, വേണ്ട, അവന്റെ കഥ കഴിഞ്ഞതാണ്.
വാസ്തവം ആ ജന്തു അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. ഞാൻ എന്റെ എതിരാളിയെ വീഴ്ത്തിയ അതേ സമയത്ത് തന്നെയായിരുന്നു സ്റ്റാൻലി ഇവന്റെ നേർക്കും നിറയൊഴിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനത് അറിയാതെ പോയി. പിറ്റേന്ന് പുലർച്ചെ 2 കടുവകളുടെയും ജഡങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ നരഭോജി ഒരു പെൺകടുവയായിരുന്നു എന്ന് മനസ്സിലായി. ക്രൂരയായ ആ നരഭോജിയുടെ നരനായാട്ടിന് ഒരു അന്ത്യം കുറിക്കാൻ വളരെ വൈകിയാണെങ്കിൽ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാനും ഡോക്ടറും ഗ്രാമവാസികളോട് യാത്ര പറഞ്ഞു തിരികെ പോന്നു.